സ്വച്ഛതാ പക്വതയുടെ ആദ്യഘട്ടത്തിൽ അഥവാ 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെയുള്ള കാലയളവിൽ പ്രധാനമായിട്ടും ശുചിത്വ യജ്ഞ പരിപാടികൾക്കായിരുന്നു ഊന്നൽ നൽകിയിരുന്നത്. എന്നാൽ 8-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ള 2-ാം ഘട്ടത്തിൽ പ്രധാനമായിട്ടും ബോധവൽക്കരണത്തിനാണ് ഊന്നൽ നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാലയളവിൽ ഓരോ ദിവസവും വിവിധ ബോധവൽക്കരണ പരിപാടികളും മത്സര പരിപാടികളുമാണ് അങ്കണവാടി തലത്തിൽ നമ്മൾ സംഘടിപ്പിക്കേണ്ടത്. സ്വച്ഛതാ പക്വതയുടെ ഭാഗമായിട്ടുള്ള 7-ാമത്തെ പ്രവർത്തനം മാർച്ച് മാസം 9-ാം തീയതിയാണ് നമ്മൾ സംഘടിപ്പിക്കേണ്ടത്. മാർച്ച് 8-ലെ വനിതാ ദിനത്തോടനുബന്ധിച്ച് അമ്മമാർക്ക് വേണ്ടി വീട്ടിലെ ശുചിത്വ ശീലങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുകയാണ് ഈ ഒരു പ്രവർത്തനത്തിലൂടെ നിങ്ങൾ ചെയ്യേണ്ടത്. മാർച്ച് 8 ഞായറാഴ്ച ആയതിനാൽ തൊട്ടടുത്ത ദിവസമായിട്ടുള്ള മാർച്ച് 9 തിങ്കളാഴ്ചയാണ് ഈ ഒരു പ്രവർത്തനം അങ്കണവാടി തലത്തിൽ സംഘടിപ്പിക്കേണ്ടത്. പ്രീ സ്കൂൾ കുട്ടികളുടെ അമ്മമാരെയാണ് പ്രധാനമായിട്ടും ഈ ഒരു ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുപ്പിക്കേണ്ടത്. വീട്ടിലെ ശുചിത്വവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, കുട്ടികളിൽ നല്ല ശുചിത്വ ശീലങ്ങൾ എങ്ങനെയാണ് വളർത്തിയെടുക്കേണ്ടത് എന്നത് സംബന്ധിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള ബോധവൽക്കരണമാണ് ഈ ഒരു പരിപാടിയിലൂടെ നിങ്ങൾ നൽകേണ്ടത്. ഈ ഒരു ബോധവൽക്കരണ പരിപാടിയുടെ ഫോട്ടോയും ചെറു വീഡിയോകളും എടുത്തു വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ബോധവൽക്കരണ പരിപാടിയിൽ ക്ലാസുകൾ നൽകുന്നതിനുള്ള വിശദമായിട്ടുള്ള നോട്ട് ഇതോടൊപ്പം നൽകിയിട്ടുണ്ട്. ആ ഒരു നോട്ട് നിങ്ങൾക്ക് തുടർന്ന് കാണാവുന്നതാണ്. ശുചിത്വമുള്ള വീട്, ആരോഗ്യമുള്ള കുടുംബം. വീട്ടിലെ നല്ല ശുചിത്വശീലങ്ങൾ ആരോഗ്യപൂർണമായ ഒരു കുടുംബത്തിന് അനിവാര്യമാണ്. ഒരു വീടിന്റെ ശുചിത്വവും ആരോഗ്യവും നിലനിർത്തുന്നതിൽ സ്ത്രീകളുടെ, പ്രത്യേകിച്ച് അമ്മമാരുടെ പങ്ക് വളരെ വലുതാണ്. ഒരു സ്ത്രീയെ പഠിപ്പിക്കുന്നത് ഒരു കുടുംബത്തെ മുഴുവൻ പഠിപ്പിക്കുന്നതിന് തുല്യമാണ് എന്നതുപോലെ അമ്മമാർ പാലിക്കുന്ന ശുചിത്വശീലങ്ങൾ ആ കുടുംബത്തിന്റെ മുഴുവൻ ആരോഗ്യത്തെയും സ്വാധീനിക്കുന്നു. എന്നാൽ ശുചിത്വം എന്നത് ഒരാൾ മാത്രം ചെയ്യേണ്ട ജോലിയോ ഒരാളുടെ മാത്രം ഉത്തരവാദിത്തമോ അല്ല. അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാക്കേണ്ട ഒരു നല്ല ശീലമാണ്. ഒരു കുടുംബത്തിന്റെ ആരോഗ്യത്തിന്റെ താക്കോൽ അമ്മമാരുടെ കൈകളിലായിരിക്കാം. എന്നാൽ അത് അമ്മമാരുടെ മാത്രം ഉത്തരവാദിത്തമായി മാറരുത്. അച്ഛനെയും കുട്ടികളെയും ശുചിത്വ ജോലികളിൽ പങ്കാളികളാക്കുക. ഉത്തരവാദിത്തങ്ങൾ പങ്കിടുമ്പോൾ വീട് കൂടുതൽ മനോഹരവും സമാധാനപൂർണവുമാകും. സ്വച്ഛത പക്വാടയുടെ ഭാഗമായി ശുചിത്വത്തിനായി നീക്കിവച്ചിരിക്കുന്ന ഈ 2 ആഴ്ചക്കാലം നമ്മുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുകയും അവ ജീവിതത്തിൽ തുടരുകയും മറ്റുള്ളവരിലേക്ക് പകരുകയും ചെയ്യാം. വ്യക്തിശുചിത്വം. വ്യക്തിശുചിത്വം എന്നത് കേവലം ശരീരത്തിന്റെ വൃത്തി മാത്രമല്ല, അത് ആത്മവിശ്വാസത്തിന്റെയും രോഗപ്രതിരോധത്തിന്റെയും അടിസ്ഥാനമാണ്. ഓരോ വ്യക്തിക്കും സ്വന്തം ശുചിത്വത്തിലും ആരോഗ്യത്തിലും ശ്രദ്ധ വേണം. ശാരീരിക ശുചിത്വം. ദിവസവും കുളിക്കുക. വിയർപ്പും പൊടിയും നീക്കം ചെയ്യാനും ചർമ്മരോഗങ്ങൾ തടയാനും ദിവസവും കുളിക്കുന്നത് ശീലമാക്കുക. നല്ല വസ്ത്രധാരണം. ദിവസവും കഴുകി ഉണക്കിയ വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. ഉൾവസ്ത്രങ്ങൾ ദിവസവും മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുമ്പോഴും വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. നഖങ്ങൾ മുറിക്കുക. നഖങ്ങൾക്കിടയിൽ അഴുക്കും രോഗാണുക്കളും നിറയാൻ സാധ്യതയുണ്ട്. അതിനാൽ ആഴ്ചയിലൊരിക്കൽ നഖങ്ങൾ വെട്ടിവൃത്തിയാക്കുക. കൈകളുടെ ശുചിത്വം. നമ്മുടെ ശരീരത്തിലേക്ക് രോഗാണുക്കൾ പ്രവേശിക്കുന്ന പ്രധാന വഴി കൈകളാണ്. ഭക്ഷണത്തിന് മുമ്പും ശേഷവും, ശൗചാലയ ഉപയോഗത്തിന് ശേഷം, പുറത്തുനിന്ന് വീട്ടിലെത്തുമ്പോൾ, വളർത്തുമൃഗങ്ങളെ സ്പർശിച്ചാൽ, തുമ്മുകയോ ചുമക്കുകയോ ചെയ്താൽ കൈ കഴുകുക. ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുൻപും വിളമ്പുന്നതിന് മുൻപും കുഞ്ഞുങ്ങളെ കളിപ്പിക്കുന്നതിന് മുൻപും കൈ കഴുകുക. പുറത്തുനിന്ന് ജോലി കഴിഞ്ഞു വരുമ്പോൾ കൈകാലുകൾ കഴുകി വസ്ത്രം മാറിയതിനു ശേഷം മാത്രം കുഞ്ഞുങ്ങളെ എടുക്കാനും ഭക്ഷണം കൈകാര്യം ചെയ്യാനും ശ്രദ്ധിക്കുക. കൈകൾ വെറും വെള്ളത്തിൽ കഴുകാതെ സോപ്പിട്ട് ചുരുങ്ങിയത് 20 സെക്കൻഡ് എങ്കിലും കഴുകുക. കൈകളുടെ എല്ലാ ഭാഗങ്ങളും അഥവാ വിരലുകൾക്കിടയും നഖത്തിനടിയും ഉൾപ്പെടെ ഉരച്ചു കഴുകുക. വായുടെ ശുചിത്വം. ദിവസവും 2 നേരം അഥവാ രാവിലെയും രാത്രി ഭക്ഷണത്തിന് ശേഷവും പല്ല് തേക്കുക. മധുരമുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ വായ നന്നായി കഴുകുക. ഇത് പല്ല് ദ്രവിക്കുന്നത് തടയും. ശ്വസന ശുചിത്വം. ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും തൂവാല ഉപയോഗിച്ച് വായയും മൂക്കും മറക്കുക. ഇത് വായുവിലൂടെ രോഗങ്ങൾ പകരുന്നത് തടയാൻ സഹായിക്കും. ആർത്തവ ശുചിത്വം. പാഡുകളോ മറ്റ് ഉൽപ്പന്നങ്ങളോ കൃത്യമായ ഇടവേളകളിൽ മാറ്റുക. സാധാരണയായി 4 മണിക്കൂർ മുതൽ 6 മണിക്കൂർ കൂടുമ്പോൾ. ആർത്തവ സമയത്ത് ശാരീരിക ശുചിത്വത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നത് അണുബാധകൾ അഥവാ ഇൻഫെക്ഷൻസ് ഒഴിവാക്കാൻ സഹായിക്കും. ഉപയോഗിച്ച പാഡുകൾ ശരിയായ രീതിയിൽ സംസ്കരിക്കുക. വീടിന്റെ ശുചിത്വം. വീടിന്റെ ശുചിത്വം എന്നത് കുടുംബത്തിലെ എല്ലാവരുടെയും ആരോഗ്യത്തെയും മാനസികാവസ്ഥയെയും നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. വീട് വൃത്തിയായി സൂക്ഷിക്കുന്നത് അമ്മമാരുടെ മാത്രം ജോലിയല്ല, മറിച്ച് അതൊരു ടീം വർക്കായി മാറണം. അടുക്കള ശുചിത്വം. അടുക്കള വൃത്തിയായിരുന്നാൽ പകുതി രോഗങ്ങളെ നമുക്ക് പടിക്ക് പുറത്താക്കാം. ഉപയോഗത്തിന് ശേഷം ഉടൻ വൃത്തിയാക്കുക. പാചകം കഴിഞ്ഞാലുടൻ അടുപ്പും പരിസരവും തുടക്കുക. പാത്രങ്ങൾ സിങ്കിൽ കുന്നുകൂട്ടിയിടാതെ അപ്പപ്പോൾ കഴുകി വെക്കാൻ വീട്ടിലെ എല്ലാവരും ശ്രദ്ധിക്കുക. പാത്രങ്ങൾ നനവില്ലാതെ സൂക്ഷിക്കുന്നത് ബാക്ടീരിയകൾ വളരുന്നത് തടയും. ഫ്രിഡ്ജ് വൃത്തിയാക്കൽ. ആഴ്ചയിലൊരിക്കൽ ഫ്രിഡ്ജ് പരിശോധിച്ച് കേടായ സാധനങ്ങൾ നീക്കം ചെയ്യുകയും തട്ടുകൾ തുടക്കുകയും ചെയ്യുക. ഭക്ഷണം അടച്ചുവെക്കുക. ഈച്ചകളും മറ്റ് പ്രാണികളും വരാതിരിക്കാൻ ആഹാരപദാർത്ഥങ്ങൾ എപ്പോഴും അടച്ചുവെക്കുക.
പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ശുദ്ധജലം കുടിക്കാൻ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളം സൂക്ഷിക്കുന്ന പാത്രങ്ങൾ കൃത്യമായി വൃത്തിയാക്കുക. കിടപ്പുമുറിയും ലിവിംഗ് റൂമും കാറ്റും വെളിച്ചവും പകൽ സമയത്ത് ജനലുകൾ തുറന്നിടുക. ശുദ്ധവായുവും സൂര്യപ്രകാശവും വീടിനുള്ളിലെ അണുക്കളെ നശിപ്പിക്കാനും ദുർഗന്ധം മാറ്റാനും സഹായിക്കും. യഥാസ്ഥാനത്ത് സാധനങ്ങൾ, വസ്ത്രങ്ങൾ, പുസ്തകങ്ങൾ, ചെരിപ്പുകൾ എന്നിവ നിശ്ചിത സ്ഥാനങ്ങളിൽ തന്നെ വെക്കുക. ഇത് വീട് കാണാൻ ഭംഗിയുള്ളതാക്കാനും വൃത്തിയാക്കൽ എളുപ്പമാക്കാനും സഹായിക്കും. ശൗചാലയ ശുചിത്വം ഓരോ ഉപയോഗത്തിന് ശേഷവും ധാരാളം വെള്ളം ഒഴിച്ച് വൃത്തിയാക്കുക. ആഴ്ചയിൽ 2 തവണയെങ്കിലും അണുനാശിനികൾ ഉപയോഗിച്ച് തറയും ക്ലോസറ്റും കഴുകുക. ബാത്റൂമിലെ ബക്കറ്റും മഗ്ഗും ഇടയ്ക്കിടെ വൃത്തിയാക്കുക. ഭക്ഷണ ശുചിത്വം കൈ കഴുകൽ ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുൻപും വിളമ്പുന്നതിന് മുൻപും നിർബന്ധമായും കൈകൾ സോപ്പിട്ട് കഴുകുക. പാചകം ചെയ്യുന്നതിനിടയിൽ മുടിയിലോ മൊബൈലിലോ സ്പർശിച്ചാൽ വീണ്ടും കൈ കഴുകാൻ ശ്രദ്ധിക്കുക. അസംസ്കൃത വസ്തുക്കളുടെ ശുദ്ധി പച്ചക്കറികളും പഴങ്ങളും കടയിൽ നിന്ന് കൊണ്ടുവരുന്ന പച്ചക്കറികളും പഴങ്ങളും ഉപ്പും വിനാഗിരിയും ചേർത്ത വെള്ളത്തിൽ കുറച്ചുനേരം ഇട്ടുവെച്ച ശേഷം നല്ല വെള്ളത്തിൽ കഴുകുക. ഇത് കീടനാശിനികളുടെ അംശം കുറയ്ക്കാൻ സഹായിക്കും. പഴകിയതോ കാലഹരണപ്പെട്ടതോ ആയ ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക. ശുദ്ധജലം പാചകം ചെയ്യുന്നതിനും കുടിക്കുന്നതിനും തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളം സൂക്ഷിക്കുന്ന പാത്രങ്ങൾ കൃത്യമായി വൃത്തിയാക്കുക. പാചകം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ നന്നായി വേവിക്കുക. ഇറച്ചി, മുട്ട തുടങ്ങിയവ നന്നായി വേവിച്ചു എന്ന് ഉറപ്പുവരുത്തുക. പകുതി വെന്ത ഭക്ഷണങ്ങൾ ദഹനക്കേടിനും അണുബാധക്കും കാരണമാകും. വൃത്തിയുള്ള പാത്രങ്ങൾ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളും കട്ടിംഗ് ബോർഡും കത്തിയും ഓരോ ഉപയോഗത്തിന് ശേഷവും സോപ്പിട്ട് കഴുകുക. ഭക്ഷണത്തിന്റെ സംഭരണം അടച്ചുവെക്കുക. ആഹാര പദാർത്ഥങ്ങൾ എപ്പോഴും അടച്ചുവെക്കുക. ഈച്ചകളും പാറ്റകളും മറ്റും വരുന്നത് തടയാൻ ഇത് അത്യാവശ്യമാണ്. ഫ്രിഡ്ജ് ഉപയോഗിക്കുമ്പോൾ പാകം ചെയ്ത ഭക്ഷണവും പച്ചക്കറികളും ഫ്രിഡ്ജിൽ വെവ്വേറെ തട്ടുകളിലായി അടച്ചു സൂക്ഷിക്കുക. ഒരിക്കൽ ചൂടാക്കിയ ഭക്ഷണം വീണ്ടും വീണ്ടും ചൂടാക്കി ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. വിളമ്പുമ്പോഴുള്ള ശുചിത്വം ഭക്ഷണം വിളമ്പാൻ എപ്പോഴും വൃത്തിയുള്ള തവികളും സ്പൂണുകളും ഉപയോഗിക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കും ഭക്ഷണം നൽകുന്നതിന് മുൻപ് അവരുടെ കൈകൾ കഴുകി എന്ന് ഉറപ്പുവരുത്തുക. പരിസര ശുചിത്വം പരിസര ശുചിത്വം എന്നത് നമ്മുടെ വീടിന്റെ ഉമ്മറപ്പടിക്ക് പുറത്തുള്ള ഭാഗത്തിന്റെ ശുചിത്വമാണ്. വീട് എത്ര വൃത്തിയാക്കിയാലും പരിസരം അഴുക്കായി കിടന്നാൽ രോഗങ്ങൾ നമ്മുടെ പടിവാതിൽ കയറി എത്തും. മാലിന്യമുക്തമായ മുറ്റം വലിച്ചെറിയാതിരിക്കുക. മിഠായി കവറുകൾ, പ്ലാസ്റ്റിക് കവറുകൾ എന്നിവ മുറ്റത്തോ വഴിയരികിലോ വലിച്ചെറിയുന്ന ശീലം ഒഴിവാക്കുക. ഇത് നമ്മുടെ കുട്ടികളെയും പഠിപ്പിക്കുക. മാലിന്യത്തെ തരംതിരിക്കുക. ജൈവമാലിന്യം അഥവാ ഭക്ഷണ അവശിഷ്ടങ്ങൾ, പച്ചക്കറി, പഴങ്ങൾ എന്നിവയുടെ തൊലികൾ. അജൈവ മാലിന്യം അഥവാ പ്ലാസ്റ്റിക്, പേപ്പർ, കുപ്പി എന്നിങ്ങനെ വേർതിരിച്ച് സൂക്ഷിക്കുക. ജൈവ മാലിന്യങ്ങൾ മണ്ണിൽ അലിഞ്ഞു ചേരാൻ അനുവദിക്കുകയോ കമ്പോസ്റ്റ് ആക്കുകയോ ചെയ്യുക. പ്ലാസ്റ്റിക് പോലുള്ള അജൈവ മാലിന്യങ്ങൾ കഴുകി ഉണക്കി ചാക്കിൽ സൂക്ഷിക്കുക. അപകടകരമായ മാലിന്യങ്ങൾ പ്രത്യേകം തരംതിരിച്ച് സൂക്ഷിക്കുക. ഇത്തരം മാലിന്യങ്ങൾ ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്ലാസ്റ്റിക് കത്തിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് തിരിച്ചറിയുക. എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം എന്ന ബോധം ഓരോ വ്യക്തിക്കുമുണ്ടാകണം. വെള്ളം കെട്ടിക്കിടക്കരുത്. കൊതുക് വളരുന്നത് തടയുകയാണ് പകർച്ചവ്യാധികൾ ഒഴിവാക്കാനുള്ള ഏക വഴി. ഡ്രൈ ഡേ ആഴ്ചയിലൊരിക്കൽ വീടും പരിസരവും പരിശോധിച്ച് വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യമില്ലെന്ന് ഉറപ്പുവരുത്തുക. ചിരട്ടകൾ, പൊട്ടിയ പാത്രങ്ങൾ, ടയറുകൾ, ചെടിച്ചട്ടികൾക്ക് താഴെയുള്ള പ്ലേറ്റുകൾ എന്നിവയിൽ വെള്ളം നിൽക്കുന്നില്ലെന്ന് പരിശോധിച്ച് അവ നീക്കം ചെയ്യുക. അടുക്കളത്തോട്ടവും പരിസരവും അടുക്കളയിലെ കഴുകുന്ന വെള്ളം കെട്ടിനിന്ന് ദുർഗന്ധം വരാതെ അത് അടുക്കളത്തോട്ടത്തിലേക്കോ സോക്ക് പിറ്റുകളിലേക്കോ ഒഴുക്കിവിടുക. വീടിന് ചുറ്റുമുള്ള കാടുകൾ വെട്ടിത്തെളിക്കുന്നത് ഇഴജന്തുക്കളുടെ ശല്യം കുറയ്ക്കാൻ സഹായിക്കും. ജലസ്രോതസ്സുകളുടെ സംരക്ഷണം കിണറിന് ചുറ്റും മലിനജലം കെട്ടിനിൽക്കാതെ നോക്കുക. കിണറുകൾ നിശ്ചിത ഇടവേളകളിൽ ക്ലോറിനേഷൻ നടത്തുക. ഗ്രീൻ പ്രോട്ടോകോൾ വീട്ടിലെ ആഘോഷങ്ങളിലും ചടങ്ങുകളിലും പ്ലാസ്റ്റിക് ഒഴിവാക്കി പ്രകൃതി സൗഹൃദ വസ്തുക്കൾ ഉപയോഗിക്കാൻ കുടുംബം ഒന്നാകെ തീരുമാനമെടുക്കുക. ഡിസ്പോസിബിൾ പാത്രങ്ങൾക്ക് പകരം വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുന്ന സ്റ്റീൽ, ഗ്ലാസ്, സെറാമിക് പോലുള്ള പാത്രങ്ങൾ ഉപയോഗിക്കുന്നത് ശീലമാക്കാം. കുടുംബാംഗങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക. വീട് വൃത്തിയാക്കൽ ഒരു ഭാരമായി ഏറ്റെടുക്കാതെ എല്ലാ ശുചിത്വ പ്രവർത്തനങ്ങളിലും എല്ലാ കുടുംബാംഗങ്ങളുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തുക. മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ, ബയോഗ്യാസ് പ്ലാന്റ്, കമ്പോസ്റ്റ് കുഴികൾ, സോക്ക് പിറ്റുകൾ എന്നിവ സ്ഥാപിക്കുന്നതിനും അവയുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും പുരുഷന്മാർ മുൻകൈ എടുക്കുക. സ്വന്തം സാധനങ്ങൾ, വസ്ത്രങ്ങൾ, ചെരിപ്പുകൾ, പാത്രങ്ങൾ യഥാസ്ഥാനത്ത് വെക്കുന്നത് വഴി വീട്ടിലെ ജോലിഭാരം കുറക്കാനും കുട്ടികൾക്ക് നല്ല മാതൃക നൽകാനും പുരുഷന്മാർക്ക് സാധിക്കും. സ്വന്തം മുറി വൃത്തിയാക്കൽ കളിപ്പാട്ടങ്ങളും പുസ്തകങ്ങളും ഉപയോഗത്തിന് ശേഷം അടുക്കി വെക്കാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക. ഇതിനായി അവർക്ക് ചെറിയ അഭിനന്ദനങ്ങളോ സമ്മാനങ്ങളോ നൽകാം. ചെറിയ ജോലികൾ ഡൈനിങ് ടേബിൾ തുടക്കാനോ മുറ്റത്തെ ചെടികൾ നനക്കാനോ കുട്ടികളെ ചുമതലപ്പെടുത്തുക. ഇത് അവർക്ക് വീടിനോടുള്ള ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കും. കളികളിയിലൂടെ മാലിന്യവേട്ട വേസ്റ്റ് ഹണ്ട് എന്ന പേരിൽ ആഴ്ചയിലൊരിക്കൽ മുറ്റത്തെയും പരിസരത്തെയും പ്ലാസ്റ്റിക് കഷ്ണങ്ങൾ ശേഖരിക്കാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാം. ഇത് പരിസ്ഥിതിയോട് അവർക്ക് ഉത്തരവാദിത്വമുണ്ടാക്കും.
കുട്ടികളിലെ ശുചിത്വശീലങ്ങൾ വളർത്തുക. ശുചിത്വത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ വെറും അറിവായി മാത്രം കുട്ടികളെ പഠിപ്പിക്കാതെ അത് ഒരു ശീലമായി വളർത്തിയെടുക്കേണ്ട ഒന്നാണ്. ഭാവിയിൽ ആരോഗ്യവാനായ ഒരു പൗരനായി അവർ വളരാൻ ഇത് അത്യാവശ്യമാണ്. ശുചിത്വം എന്നത് വീടിന്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല, അതൊരു ജീവിതശൈലിയാണ്. സാധാരണയായി വീട് വൃത്തിയാക്കുന്ന ഉത്തരവാദിത്വം സ്ത്രീകളിൽ മാത്രം ഒതുങ്ങിപ്പോകാറുണ്ട്. എന്നാൽ ആരോഗ്യകരമായ ഒരു വീട് കെട്ടിപ്പടുക്കുന്നതിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും തുല്യമായ പങ്കുണ്ട്. മാലിന്യമുക്തമായ വീട് എന്നത് എല്ലാവരും ചേർന്ന് കൈവരിക്കേണ്ട ഒരു ലക്ഷ്യമാണ്. അമ്മമാർ വഴി അത് തുടങ്ങുമ്പോൾ അച്ഛന്മാരും കുട്ടികളും അത് ഏറ്റെടുക്കുമ്പോൾ മാത്രമേ സ്വച്ഛത പൂർണ്ണമാകൂ. വൃത്തിയുള്ള വീട്ടിൽ രോഗങ്ങൾ കുറവായിരിക്കും. രോഗങ്ങൾ കുറയുമ്പോൾ ചികിത്സാ ചെലവ് കുറയുകയും കുടുംബത്തിൽ സന്തോഷവും ഭദ്രതയും നിലനിൽക്കുകയും ചെയ്യും. ഈ വനിതാ ദിനത്തിൽ ശുചിത്വമുള്ള വീട്, ആരോഗ്യമുള്ള കുടുംബം എന്ന ലക്ഷ്യത്തിനായി നമുക്ക് കൈകോർക്കാം.